വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനൊന്നും കിളിപ്പോയി നോവറിയും അതിൽ നീറും നീലാവിതളായി മകളെ ഇന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിലാതിരരാ ഇതാണ് പൂന്തോട്ടത്തിൽ തറവാട്. നമ്മുടെ അപ്പൂട്ടി എന്ന അപർണയുടെ വീട്. ഹായ്, കൊള്ളാലേടാ. നല്ല ഐശ്വര്യമുള്ള വീട്. അവിടെ പോയി താമസിക്കാൻ തോന്നുന്നു അല്ലേടാ? റിയലി ഫാന്റാസ്റ്റിക്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കടി. ഞാനും ഒന്ന് കാണട്ടെ അപ്പുട്ടിയുടെ വീട്ടുവിശേഷങ്ങൾ. ഇതാണ് റിട്ടയർഡ് കേണൽ KP പരമേശ്വര കുറുപ്പ്, അപർണയുടെ മുത്തശ്ശൻ. കുറുപ്പച്ചനെന്നാ അവള് വിളിക്കുന്നെ. നോക്ക്, ആ മുടിയൊന്ന് കറുപ്പിച്ചിരുന്നെങ്കിൽ അപ്പുട്ടിയുടെ അച്ഛനാണെന്നേ കരുതൂ. നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുറുപ്പച്ചൻ. കൂടെ തന്നോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ പിന്നോട്ട് ഓടണമല്ലോടോ. വേണ്ടായേ, പട്ടാളക്കാരൻ പിന്നോട്ടോടിയാൽ അത് തോറ്റോടുകയാണെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ തനിക്ക് ബുദ്ധിയുണ്ട്. അത് ഇദ്ദേഹത്തിന് കിട്ടിയതാണ്. കല്ലേലി, വടി അതിനല്ലടോ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാ. ഞാൻ പറഞ്ഞതിന് താൻ മൂടിയില്ല. ഞാൻ തല ആട്ടിയേ. മിടുക്കൻ. ഇടോ, ഞാൻ പറഞ്ഞത് തറവാട്ടിൽ നടക്കാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ചാ. മുകുന്ദൻ ഉണ്ണി വക്കീൽ പണിയിലേക്ക് റീ എൻട്രി ചെയ്യുന്ന ചടങ്ങിനെ പറ്റി. എടോ, അയാള് രണ്ടാമതും കറുത്ത കോട്ടിട്ട് കോടതിയിലേക്ക് പോകാൻ പോവാണെന്ന്. അപ്പൊ കുറുപ്പച്ചനും ആകാമല്ലോ ഒരു റീ. പട്ടാളത്തിലേക്കോ? എടോ, താൻ ആള് കൊള്ളാലോടോ. വാടോ. അപർണയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച, അവൾക്ക് വേണ്ടി സ്വന്തം പ്രൊഫഷണൽ ലൈഫ് ഹോമിച്ച ദ ഗ്രേറ്റ് ക്രിമിനൽ ലോയർ മുകുന്ദൻ ഉണ്ണി, MA LLB. കുറച്ചു നാളായിട്ട് ആലോചിക്കുന്നു. അതെ അതെ, മോടെ അമ്മ മരിച്ചപ്പോഴാ പ്രാക്ടീസ് നിർത്തിയത്. അവളെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നു.
ഏറ്റെടുത്ത കേസുകളിലെ കുഴഞ്ഞു പറഞ്ഞതും ചിലതുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഹാജരാകേണ്ടി വന്നു. അവസാന കേസിലെ പ്രതിക്ക് വരെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടേ വീട്ടിലിരുന്നുള്ളൂ. പിന്നെ ഫാദറിലായുടെ പ്രശ്നം നന്നായിട്ടുണ്ട്. മോള് വലുതായല്ലോ, ഇനിയിപ്പോ പ്രൊഫഷനിലേക്ക് ശ്രദ്ധ തിരിക്കാമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. റിയലി ഈസ് എ നൈസ് ഫെലോ. ഇപ്പോഴേ ക്രിമിനൽ കേസുകളുടെ ബഹളമല്ലേ, ഇറങ്ങാൻ പറ്റിയ സമയം. അതെ, ഞാൻ മുനിസിപ്പലിനോട് വിളിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നെ നിങ്ങളെപ്പോലെ അടുപ്പമുള്ള എല്ലാരും പറയുന്നത് ഇത് തന്നെയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു പ്രസാദ്, താങ്ക് യു. ഹലോ, ഇതാണ് അപർണയുടെ അമ്മ. തെറ്റിപ്പോയല്ലോടെ കുട്ടാ. അപർണയുടെ അമ്മ അവളുടെ 10ാം വയസ്സിൽ മരിച്ചു പോയതാ. ഇത് സുധാമ, അപ്പൂട്ടിയുടെ സുധാമ. ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിയുന്ന വീട്ടുജോലിക്കാരി. അപർണയ്ക്ക് അമ്മയെ പോലെയാ. ഇത് കണ്ടില്ലേ മീനാക്ഷി എടുത്തി? കഴിഞ്ഞ തവണ അപ്പൂട്ടി വന്നപ്പോ മൈലാഞ്ചി ഇട്ട് തന്നാ. ഏതാണ്ട് ഫോട്ടോ പിടിക്കാനെന്നും പറഞ്ഞ് കഴുകിയിട്ടും അത് പോകുന്നില്ല. അത് പിന്നെ പറയാനുണ്ടോ? അപ്പൂട്ടി കുഞ്ഞു മനസ്സിലൊന്ന് കരുതിയ ദൈവം വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. വാശിക്കാരിയാണെങ്കിലും സ്നേഹമുള്ളവളാ, പ്രത്യേകിച്ച് നിന്നോട്. കുഞ്ഞിലേ മുതൽ അങ്ങനെ എന്നോട് വല്ലാത്തൊരു അടുപ്പാ. കൊച്ചിലെ മുതൽ അമ്മയെ പോലെ നോക്കിയത് നീ അല്ലായിരുന്നു? അല്ല, കല്ലൂക്കാരെ കണ്ടില്ലല്ലോ. നേരത്തെ ഇനി എത്തേണ്ടതായിരുന്നു. ഭാഗ്യച്ചിക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും. തിരക്കോ? എനിക്കോ? അത് നായുടെ കാര്യം പറഞ്ഞ പോലെയാ. ഓട്ടോ ഒഴിഞ്ഞിട്ട് നേരവുമില്ല, എന്നാ കാര്യം വല്ലതും നടക്കുവോ? അതുമില്ല. എന്തു പറയാനാ? വെപ്പും വിളമ്പും കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാന്ന് വെച്ചാ ഒരു കൈസഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അയ്യടാ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? പത്രം തുറന്നു പിടിച്ച് മുറുക്കാനും ചവച്ച്. ആ ഉണ്ണി കൂടെ ആയപ്പോ തികഞ്ഞു. എന്റെ ഈശ്വര, മുഖത്ത് ഉണ്ണിയില്ലാത്ത ഒരാളെ കണ്ടുപിടിച്ചു തരാൻ എന്റെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ ഉണ്ണി അഴകും ഭാഗ്യമാണെന്ന് പണ്ട് നീ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അയ്യേടാ, അത് വേറെ വല്ല ഉള്ളുമാരും ആയിരിക്കും. ഡാൻസ് ചെയ്യിപ്പിച്ചും സമ്മാനം കൊടുത്തതും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം ഉണ്ടല്ലോ. ശവത്ത് കുത്താതെ ഭാഗ്യം പറയാതിരിക്കുന്ന എങ്ങനെയാ? ഇരുന്ന് തിന്നാലും തീരാത്തത്ര സ്വത്തുണ്ടായിരുന്നല്ലേ. ഞാനും കുറച്ചൊന്നും അല്ലല്ലോ കൊണ്ടുവന്നത്. പൂന്തോട്ടത്തിക്കാരോട് കിടപിടിക്കത്തക്ക നില തന്നെയായിരുന്നു ഞങ്ങളുടേതും. അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മർത്തിന് കൈപ്പിട ജന്മസിദ്ധം. ദേ, ഞാൻ വല്ലതും വിളിച്ച് പറയുവേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാത്ത തറവാട്ടിലോട്ട് ചെന്ന് അച്ഛച്ചന്റെ പ്രീതി പിടിച്ചു പറ്റി വല്ലതും കൂടി കിട്ടാൻ ശ്രമിക്കുവോ? ദേ, ഇപ്പൊ തന്നെ അവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണേ. നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് ഒന്ന് തൊട്ടും തൊടാതെയൊക്കെ നിന്നുകൂടെ? സ്വന്തം അച്ഛന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ള ധൈര്യമില്ല. അതങ്ങനെ അതിനു വേണ്ടുന്ന പ്രവൃത്തികളല്ലല്ലോ ചെയ്തിട്ടുള്ളത്. അമ്മ എന്താ രാവിലെ തന്നെ അച്ഛനെ അലക്കി വിളിപ്പിക്കുന്നത്? എന്റെ പൊന്നുമോനെ, എന്റെ തലവിധി. ഇതെത്ര അലക്കിയാലും വെളുക്കില്ലടാ. എന്നാ നീയോ? നീ ഇങ്ങനെ ബാഗും തൂക്കി വെയിലും കൊണ്ട് എത്ര കാലം നടക്കും? സ്വയം ബുദ്ധിയിൽ ഒന്നും തോന്നുന്നില്ല. എന്നാ ബുദ്ധിയുള്ള ഈ അമ്മ പറഞ്ഞിരുന്നെന്ന് കേൾക്കുവോ? എന്ത് ബുദ്ധിയാണമ്മേ? എടാ, അത് തന്നെ അപർണയുടെ കാര്യം. അവള് നിന്റേതായ അതിമോഹം അത്യാപത്ത്. നാ വടക്കു മനുഷ്യനെ. നിന്റെ മുറപ്പെണ്ണല്ലേടാ മോനെ അവള്. അവള് നിന്നെ മതിയെന്ന് പറയണം. അമ്മയ്ക്കറിയാം, നീ മനസ്സ് വെച്ചാ അത് നടക്കും. അച്ഛനാണെങ്കി നിന്നെ ജീവനാണേ. നടക്കും. നീ വിചാരിച്ചാ അത് നടക്കൂടാ മോനെ. കുറുപ്പച്ച, വെളിച്ചെണ്ണ ആട്ടി ഇന്ന് എന്നെ കൊപ്രാക്കണ്ടായോ? വെളിച്ചെണ്ണ ആട്ടി കൊപ്രായോ? താൻ ആള് കൊള്ളാലോടോ. ചെല്ല് ചെല്ല് ചെല്ല്. ഓക്കേലേ, അപ്പൂട്ടിയെ വിളിച്ചിരുന്നോ?
ഇല്ല, വിളിച്ചോളാം. പതിവ് തെറ്റണ്ട. ഇനി അത് മതി ഒരു പിണക്കത്തിന്. ഞാനിപ്പോ തന്നെ വിളിച്ചേക്കാം. ആ അപർണയുടെ അച്ഛനാ. രാവിലെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചിലപ്പോ ഇടിയുണ്ടാക്കും. ആ, എന്നാലും കൊണ്ടുപോയി കൊടുക്ക്. അപർണേ, ഫോൺ. ഛേ, റിങ് പോകുന്നുണ്ട്, പക്ഷെ കട്ടാകുന്നു. യോഗ ക്ലാസ്സിന് ചേരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഒരുപക്ഷെ അതിനെങ്ങാനും ക്ലാസ് കഴിഞ്ഞ് വിളിച്ചോളും. ആ അപ്പൂട്ടിയാവും. എടുക്ക. ഹലോ, മുകുന്ദനുണ്ണി. ആ, കൊടുക്കാം. ഹലോ, ഇത് ഞാനാടോ, കേണൽ മേനോൻ. കനൽ സാബ്, കൈസാ ഹൈ ആപ്? സുഖമായിട്ടിരിക്കുന്നടോ. സർപ്രൈസ് ന്യൂസ്. രാഹുൽ നാളെ സ്റ്റേറ്റ്സിൽ നിന്നെത്തും. ഓ, റിയലി? അതേടോ, തന്റെ കൊച്ചുമോളുടെ ഫോട്ടോ കണ്ടപ്പോ അവന് നിപ്പുറയ്ക്കുന്നില്ലടോ. ഏർലിയസ്റ്റ് ആയിട്ട് ഒരു ദിവസം നോക്കടോ. ലീവ് വളരെ കുറവായിരിക്കും. ഓക്കെ ഓക്കെ. ഡൽഹിയിൽ നിന്ന് കേണൽ മേനോന. രാഹുൽ നാളെ എത്തുമെന്ന്. ഓഹോ, പയ്യൻ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. നമ്മളാണെങ്കിൽ ജാതകം പോലും നോക്കിച്ചില്ല. ഇളയിടം തിരുമനിയെ കൊണ്ട് ഇന്ന് തന്നെ നോക്കിച്ചാലോ? എന്താ? ആയിക്കോട്ടെ. ആ, വക്കീലേ, അതിനു മുമ്പ് അപ്പൂട്ടിയോടൊന്ന് സൂചിപ്പിക്കണ്ടേ? വേണ്ട, അവളെ ത്രില്ലടിപ്പിക്കാൻ പോകുന്ന ഒരു സസ്പെൻസ് ആയിട്ട് തിരിക്കട്ടെ. ഇപ്പോഴത്തെ കുട്ടികളാ. അപ്പൂട്ടിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാവില്ല. അവക്ക് ദോഷം വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുവോ? വക്കീലേ, കല്ലൂരേക്കൊന്ന് ഫോൺ ചെയ്ത് അജയനോട് എളുപ്പം വരാൻ പറ. ആ, ശരി. Brilliance. There's been 15 extras already. That's quite a healthy proportion in the number of overs that they've bowled. No! 88 for 4. That's well played. He does time them well, doesn't he? Barry, you've seen quite a lot of Sangakkara. How do you rate him? No, he's a very good player. It always surprises me that he's not a runner ball man. Oh. When he does time it, particularly when he gets a little bit of room outside the off stump, both front and back foot, he just hits the ball so sweetly. I think he's quite easy to bowl to. I think bowlers find that if നീ ഇത് ഏത് ലോകത്താടാ? ഈ ഫോണൊന്നും എടുത്തുകൂടെ നിനക്ക്? അതിനല്ലേ അമ്മ വന്നത്. എവിടെയെങ്കിലും ഈ കോലുകുത്തി കളി എന്ന് തുടങ്ങിയാ പിന്നെ ജോലിക്കും പോകാതെ. Not score of a lot of percentage of delivery. Hello? He's faced 29 for 4. ഉണ്ടല്ലോ. Which is a strike rate of 48, and that's been one of his problems. He stands then to get പൂന്തോട്ടത്തിൽ നിന്ന് വക്കീല. നീ അങ്ങോട്ടൊന്ന് ചെല്ലാൻ. Scoring at the rate that he would like. ഞാൻ പറഞ്ഞതുവല്ലോ നിന്റെ ചെവിയിലോട്ട് കേറിയോ? Run up, powerful shoulders. ഈ കുന്ത അടച്ചു വെച്ചിട്ട് നീ വേഗം അങ്ങോട്ടൊന്ന് ചെല്ല്. Purely strength. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ അവിടെ പറ്റിക്കൂടാൻ കിട്ടുന്ന അവസരങ്ങൾ കളയരുതെന്ന്. എടാ, അവര് വിളിക്കാതെ തന്നെ നീ ചെല്ലണം. എന്തിനും ഏതിനും എപ്പോഴും നീ അവിടെ തന്നെ ഉണ്ടാവണം. അച്ഛന് നിന്നോടുള്ള സ്നേഹം ആ പെണ്ണിന്റെ മനസ്സിൽ കൂടി കേറി പറ്റിയ നീ രക്ഷപ്പെട്ടു. കണക്കറ്റ സ്വത്താ നിന്റെ കൈവശം വന്ന് ചേരാൻ പോകുന്നത്. എത്ര പറഞ്ഞിട്ടെന്താ? തന്തയുടെ മോനല്ലേ? ഇവന് നന്നാവണമെന്ന് വല്ല വിചാരമുണ്ടോ? ആ,
പറഞ്ഞു എന്റെ വായിലെ വെള്ളം വറ്റിക്കാന്നല്ലാതെ. എത്ര പറഞ്ഞാലും കേക്കില്ലാന്ന് വെച്ചാ കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിച്ച എന്താ ചെയ്യാ? മരുന്ന് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, മടിച്ചിയാ. ഞാൻ അടുത്തൊന്ന് മാറിയ അപ്പ തുടങ്ങും കിടപ്പും കണ്ണു നിറയ്ക്കലും. ഇങ്ങനെ വിഷമിച്ച് കിടന്നാലേ രോഗം മാറില്ല. അതിനെ വൈദ്യര് പറയുന്ന കേക്കണം. അച്ഛൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാപ്പി എടുത്ത് വെക്കാലോ എന്ന് കരുതി പോയതാ. അപ്പോഴേക്കും കിടന്നിരിക്കുന്നു. പാർവതി എന്ന് വിളിച്ചു വരുമ്പോ മേശപ്പുറത്ത് കണ്ടില്ലെങ്കിൽ എന്നൊരു മോഹം വെറുപ്പിക്കല. ഇന്ന് മുന്നേ കണ്ടാലോ പൂച്ച പൂച്ച. ദേ വന്നേക്കണു. നാമജപം കഴിഞ്ഞ് അച്ഛനെ ഒന്ന് സ്വൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ അപ്പോഴേക്ക് എത്തായില്ലേ? എഴുതി വെക്കുന്നുണ്ട് ഞാൻ. ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ കാണുന്ന പോലെ സന്ദർശന സമയേ. അയ്യോ, കുറുപ്പച്ചനാ. ഇന്നിനിപ്പോ കാപ്പി കുടിക്കലൊന്നും ഉണ്ടാവില്ല. കുറുപ്പച്ചനെ കണ്ട അച്ഛൻ എന്നെ വിശപ്പും ദാഹം ഒന്നും ഉണ്ടാവില്ല. ചോറിന് കഞ്ഞിയാക്കുക തന്നെ. തിരുമേനിയില്ലേ പാർവതി? പൂജാമുറിയില്ല. ഞാൻ ചെന്ന് അറിയിക്കാം. അകത്തേക്ക് ഇരിക്കാലോ. ഓം ശ്രീ ചക്രരാജനിലയായ നമഃ. ഓം ശ്രീ മൽപ്രപുരസുന്ദര്യേ നമഃ. ഓം ശ്രീ ശിവായ നമഃ. ഓം ശിവശൈത്യൈക്യരൂപിണ്യേ നമഃ. ഓം അവ്യാജകരുണാമൂർത്തയേ നമഃ. ഓം ലളിതാംബികായൈ നമഃ. ഓം അച്ഛാ, കുറുപ്പച്ചൻ എത്തിയിട്ടുണ്ട്. എന്താണാവോ വിശേഷിച്ച്? ഓം ഗണപതയേ നമഃ. ശരവണഭവ. മൂന്നാം ഭാവത്തിൽ ശുക്രൻ. അങ്ങോട്ട് ഉറപ്പിച്ചോ? എന്താ തിരുമേനി? കാണണതൊക്കെ ദുസ്സൂചനകളാണല്ലോ കുറുപ്പേ. കുഴപ്പമുണ്ടെങ്കിൽ ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കണ്ട. അതല്ല പിന്നെന്താ തിരുമേനി? കുറുപ്പേ, നമ്മുടെ അപ്പുട്ടിക്ക് 26 വയസ്സിനപ്പുറം ആയുസ് കാണുന്നില്ല.
ഹൃദയത്തുടിപ്പിന്റെ താളമായി, മുത്തച്ഛന്റെ നെഞ്ചകത്തെ സ്വാന്തോന സംഗീതമായി, ജനമനസ്സുകളിലേക്ക് ഒരു തൂവൽ സ്പർശം പോലെ നിങ്ങളുടെ പൊന്നോമനയാകാൻ മകൾ.